നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ദിവസങ്ങളിലൊക്കെ വളരെയധികം വേദനയുടെയും വിഷമങ്ങളുടെയും ആത്മഹത്യകളുടെയും കൊലപാതകങ്ങളുടെയും ഒക്കെ ഒരു നിര തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് ക്രിസ്ത്യാനികൾ വളരെയധികം വേദനയോടും സന്തോഷത്തോടും കൂടിയൊക്കെ അനുഭവിക്കുന്ന ഈ ദിനങ്ങളിലാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിനെ എത്രയധികം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും ഈ ജനങ്ങളൊക്കെ ഇത്തരത്തിൽ പെരുമാറുന്നതെന്ന് ചിന്തിക്കേണ്ട സമയം കടന്നുപോയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സഹനവും സ്നേഹവും ക്ഷമയുമൊന്നും ഇല്ലാത്ത ക്രിസ്തുവിൻ്റെ ആളുകളെന്ന് പറഞ്ഞു നടക്കുന്നവർ തന്നെയല്ലേ ഇത്തരത്തിൽ ദൈവീകമായിട്ടുള്ള പല അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ട ആഴ്ചകളിൽ മാനസികമായിട്ട് മനുഷ്യരെ പീഡിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങുന്നത്. ജ്ഞാനായ സഭയും ഇത്തരത്തിൽ ക്രിസ്തുവിനെ ഘോഷിച്ചുകൊണ്ട് നടക്കുന്നവർ തന്നെയല്ലേ. ജ്ഞാനായ സഭയെ മാത്രം കുറ്റം പറയുന്നതാണെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഈ സഭയിലെ ചില ജനങ്ങളുമായിട്ട് സംസാരിച്ചു കഴിയുമ്പോൾ പുറത്തു വരുന്നത് ഇത്തരത്തിലുള്ള അവരുടെ ഭവനങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ചില പീഡനങ്ങളെക്കുറിച്ച് തന്നെയാണ്. ജ്ഞാനായ സഭയിലുള്ളവർ സ്വന്തം രക്തത്തിലുള്ളവരെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. മറ്റ് ക്രിസ്ത്യാനികളാണെങ്കിൽ പോലും മറ്റ് സഭകളിൽ നിന്ന് അവർക്ക് ആളുകളെ എടുക്കുന്നതിന് താല്പര്യമില്ല. അത്തരത്തിൽ അബദ്ധത്തിലെങ്കിലും വന്നു കയറുന്ന പെൺകുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ചുറ്റുപാടുകളാണ്. വന്നു കയറിക്കഴിഞ്ഞാൽ ഇത് ഏത് ലോകത്തെത്തിപ്പെട്ടുപോയി എന്ന രീതിയിൽ പോലും ചില പെൺകുട്ടികൾ അന്തിച്ചു നിൽക്കുന്ന കാഴ്ചകളാണ്. കാരണം വളരെ വിചിത്രമാണ് ഇവരുടെ രീതികളൊക്കെയും. പൊങ്ങച്ചത്തിന് കയ്യും കണക്കുമില്ല. വളരെ പൊങ്ങച്ചക്കാരാണ് എന്ന് പറയുമ്പോഴും ഇവർക്ക് സാമ്പത്തികമായിട്ട് വളരെ നല്ല നിലയിൽ ജീവിക്കുന്നവർ തന്നെയാണ്. ബിസിനസ്സൊക്കെയാണ് ഇവരുടെ മെയിൻ. ബിസിനസ്സിലൂടെ ധാരാളം പണം സമ്പാദിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുന്നവരാണ്. പക്ഷെ ആർഭാടം കഴിഞ്ഞിട്ട് അതുകൊണ്ട് തന്നെയും കടത്തിനൊരു കുറവുമില്ല. എല്ലാവരുടെയും കാര്യമാണോ ഇത് കേൾക്കുന്ന ചിലരെങ്കിലും അനുഭവമുള്ളവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ഓരോ മനുഷ്യരും ജീവിക്കുമ്പോൾ ഓരോ അനുഭവങ്ങൾ അവർക്കൊരു പാഠങ്ങളാണ്. പറഞ്ഞു കൊടുക്കാം ഓരോ അനുഭവങ്ങൾ, അല്ലെ കേൾക്കുന്ന കഥകൾ, അനുഭവിക്കുന്ന യാതനകളൊക്കെയും പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ബിസിനസ് ഉണ്ടെങ്കിലും വലിയ ലാഭമൊന്നും കിട്ടാതെ വരുന്ന സന്ദർഭങ്ങളിൽ വന്ന് കയറുന്ന പെൺകുട്ടികളാണ് ഇതിനൊക്കെ ഉത്തരവാദികൾ. അതുകൊണ്ട് തന്നെയും അവർ സാമ്പത്തികമായിട്ടും ഇവരുടെ ബാധ്യത തലയിലെടുത്ത് വെക്കേണ്ട ഗതികേടിലേക്ക് പോവുകയാണ്. ജ്ഞാനായ സഭയിലെ ആണുങ്ങളുടെ ചിന്ത, ആ ആണുങ്ങൾ എത്ര കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നതും അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പണമൊക്കെയും ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയാണ് എന്നുള്ളതല്ല. അമ്മായിയമ്മയും അല്ലെങ്കിൽ സ്വന്തം അമ്മയും സഹോദരങ്ങളെയും സഹോദരിമാരെയും അവരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് ഇവരുടെ മെയിൻ പരിപാടി. വളരെയധികം ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. മദ്യപാനം, ഇവരുടെ ഏത് ഫംഗ്ഷനും മദ്യപാനത്തിന് വളരെ പ്രാധാന്യമാണ്. പക്ഷെ മറ്റ് മതങ്ങളിൽപ്പെട്ട പെൺകുട്ടികൾ വന്ന് കയറിയാൽ അവർക്കതൊരു അതിശയമാണ്. എന്തുകൊണ്ടാണ് ഇത്രമാത്രം മദ്യപിക്കുന്നത്? ഈ മദ്യമില്ലെങ്കിൽ ഈ പറയുന്ന ഫംഗ്ഷനുകളൊന്നും നടന്നു പോവുകയില്ലേ? അങ്ങനെ വിചിത്രമായിട്ടുള്ള ചില ജീവിത രീതികളോടുകൂടി കഴിഞ്ഞു പോകുന്ന ജ്ഞാനായ സഭക്കാർക്കിടയിൽ പെൺകുട്ടികൾ വളരെ യാതനകൾ തന്നെയാണ് അനുഭവിക്കുന്നത്. അവർക്ക് ജീവിക്കണമെങ്കിൽ അവർ അധ്വാനിച്ചു കൊള്ളണം. അവരധ്വാനിക്കുന്നതും അവർക്ക് വേണ്ടി മാത്രമല്ല, അവരെ കുടുംബത്തിനും കൂടി വേണം കൊടുത്തോണം എന്നുള്ള ചിന്താഗതി ഉള്ളവർ തന്നെയാണ് ഏറിയ പങ്കും. എല്ലാവരെയും പറയുന്നില്ല, വളരെ നല്ല മനുഷ്യരുമുണ്ട്. മറ്റുള്ളവരെ പരിഗണിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുന്ന ചില മനുഷ്യരെങ്കിലുമുണ്ട്. എങ്കിലും ഏറിയ പങ്കും സാമ്പത്തികമായിട്ട് വലിയ ബാധ്യതകൾ വരുത്തി വെച്ചുകൊണ്ട് കയറി വന്ന് ജീവിക്കുന്ന പെൺകുട്ടികളെ മാനസികമായിട്ട് തകർത്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. സ്വന്തമായിട്ട് ജോലിയും കൂടി ഇല്ലെങ്കിൽ ആ പെൺകുട്ടികൾ ഇതുപോലെ ഷൈനി ഉദാഹരണമാണ്. ജോലിക്ക് വേണ്ടി ഒരുപാട് അന്വേഷിച്ച് നടന്നു. ബിസിനസ്സും മറ്റ് മേഖലകളിലും ഒക്കെ വിജയിച്ചിരിക്കുന്ന ജ്ഞാനായ സഭക്കാർക്ക് ഷൈനിക്കൊരു ജോലി കൊടുക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജിസ്മോളും ബാങ്കുകളിൽ ജോലിക്ക് കയറുന്നതിനായിട്ട് ഒരുപാട് ശ്രമിച്ചിരുന്നു. ലീഗൽ അഡ്വൈസറായിട്ട് ജോലി ചെയ്യുന്നതിന് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റു ജോലിക്കും ശ്രമിച്ചിരുന്നു. ഈ പറയത്തക്ക പൊങ്ങച്ചങ്ങളൊക്കെ കാണിക്കുമ്പോഴും വളരെ വേദനയോടുകൂടി ഓരോ സ്ത്രീകളും ഇവരുടെയൊക്കെ ഭവനത്തിന് ഉള്ളിലുണ്ടെന്ന് മാത്രം ഇവർ അറിയുന്നില്ല. ബാക്കി എല്ലാ കാര്യങ്ങളിലും പുറമോടി വളരെ മനോഹരമാണ്. പക്ഷേ
പുറമോടിക്കപ്പുറമായിട്ടുള്ള യാഥാർത്ഥ്യ ജീവിതത്തിൽ ഇവരൊക്കെ പരാജയപ്പെട്ടു പോയവർ തന്നെയാണ്.